ആർമി ക്വാർട്ടേഴ്സിലേക്കുള്ള യാത്ര എല്ലാ കപ്പിൾസിനും ഭയങ്കര സ്പെഷ്യലായിരിക്കും. അങ്ങനെ 2.5 വർഷത്തിന് ശേഷം ഞങ്ങളിതാ വീണ്ടും ഒന്നിച്ച് കോയമ്പത്തൂരേക്ക് പോവാണ്. അപ്പോൾ ബൈ കാറിൽ തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. സാധനങ്ങളെല്ലാം വാരി പറക്കി കെട്ടി അങ്ങനെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് നന്നായിട്ട് വിശന്നു. അങ്ങനെ ഇന്ത്യൻ കോഫി ഹൗസിലാണ് കയറിയത്. അവിടെ പാർക്ക് ചെയ്യാൻ കുറച്ചധികം സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും അങ്ങനെ കയറി. അല്ലൂരും അത്യാവശ്യം വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അല്ലൂനൊരു നെയ്റോസ്റ്റും ഞങ്ങളൊരു പൂരിയും പറഞ്ഞു. ചേട്ടനൊന്നും വേണ്ടാന്നാണ് പറഞ്ഞത്, എങ്കിലും കഴിച്ച് മടുത്തപ്പോൾ ഞാനും പറഞ്ഞു ചേട്ടനോട് കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ മാത്രം സ്പെഷ്യലായിട്ടുള്ള ബീട്രൂട്ട് മസാല ഒക്കെ ചേർത്തിട്ട് ഞങ്ങൾ കഴിച്ചു. പിന്നെ കോഫി കുടിച്ചു. കുഴപ്പമില്ലായിരുന്നു. യാത്ര എപ്പോഴും ഭയങ്കര സ്പെഷ്യലാണല്ലോ. ഞങ്ങൾ വളരെ സമാധാനത്തിൽ വളരെ റിലാക്സ് ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ വഴിയുടെ കുറച്ച് കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ വിളിച്ച് വഴി അറിയാവുന്നവരെയൊക്കെ ഒന്ന് വിളിച്ച് സംസാരിച്ചൊക്കെയാണ് നമ്മൾ ക്ലിയർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. അല്ലു കുറച്ച് ഓക്കെ ആയിരുന്നു. അല്ലുവിന് വോമിറ്റിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിലും പക്ഷേ ഈ യാത്രയിൽ അല്ലു ഭയങ്കര സൂപ്പറായിരുന്നു. കാര്യം അല്ലു യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. തിരക്ക് പിടിച്ച് നമ്മൾ പോകുന്നതിനേക്കാൾ നല്ലത് വളരെ സ്ലോ ആയിട്ട് വളരെ കാമായിട്ട് യാത്ര പോകുന്നത് തന്നെയാണെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എങ്കിലും നമ്മൾ എത്തുന്ന ആ ഒരു ടൈം അത് എത്ര മണിയായിരിക്കും എന്ന്, രാത്രിക്ക് മുന്നേ എത്താൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹോട്ടലിലാണ് കേട്ടോ കയറിയത്. നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എവിടെയെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരുപാട് ദൂരം പോയിട്ടാണ് ഈ ഹോട്ടൽ കണ്ടുപിടിച്ചത്. ചേട്ടൻ മീൽസാണ് കഴിച്ചത്. അല്ലുവിന് ബിരിയാണി മതിയെന്ന് പറഞ്ഞതുകൊണ്ട് അവളുടെ ഷെയർ തന്നെ എനിക്ക് കഴിക്കേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഊണ് കഴിക്കാൻ പറ്റിയില്ല. എന്നാലും ചേട്ടൻ പൊടിമീൻ, അതായത് നമ്മുടെ നാട്ടിലെ നെത്തോലി, അതാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാനും അല്ലും കൂടി കഴിച്ചു. അത് കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് പായസമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബിരിയാണി വന്നു. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. നല്ല ഈന്തപ്പഴത്തിൻ്റെ അച്ചാറൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അല്ലു നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ യാത്ര തിരിച്ചു. അല്ലു അപ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അവൾക്ക് കുറച്ചധികം ക്ഷീണം ഉണ്ടായിരുന്നു. ഇവിടെ ഞാൻ കണ്ടൊരു പ്രത്യേകത, ഏകദേശം കോട്ടയം പാല ആ ഒരു ഭാഗത്തെത്തിയപ്പോൾ പല വീടുകളും ഗേറ്റും തമ്മിൽ ഏകദേശം 1-1.5 കിലോമീറ്റർ ദൂരെ വ്യത്യാസമുള്ളതായിട്ട് എനിക്ക് തോന്നി. ഇതൊരു ഇതായിട്ട് പറയുന്നതല്ല, അതെന്താണ് എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. അത് നോക്കി പോലായിരുന്നു എൻ്റെ പണി. കാര്യം വീട്ടിൽ നിന്ന് ഗേറ്റ് അടയ്ക്കാൻ പുറത്ത് വരണമെങ്കിൽ എന്തായാലും ഓട്ടോ പിടിച്ച് വരണം. അത്രയ്ക്ക് ദൂരമുണ്ട്. അതെന്തായിരിക്കും അങ്ങനെ? നമ്മുടെ അവിടെയൊന്നും അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. പിന്നെ പെരുമ്പാവൂർ ആ ഒരു ഭാഗത്തൊക്കെ എത്തിയപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഓട്ടിച്ച് ഞങ്ങൾ രാത്രിയായി. അപ്പോഴേക്കും ഫോണിൻ്റെ ചാർജൊക്കെ ഒരുവിധം തീരാറുമായി. എന്നാലും നമുക്ക് ഗൂഗിൾ മാപ്പിട്ട് പോകുന്നതുകൊണ്ട് ഫോണിൽ സ്വിച്ച് ഓഫ് ആവാതെ നോക്കണമായിരുന്നു. ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേന് അല്ലുവിന് വിശന്നപ്പോൾ ഞങ്ങൾ ഈ ഒരു ഹോട്ടലിൽ കയറിയിട്ടാണ് ഫുഡ് കഴിച്ചത്. അപ്പം അവിടെ നമ്മൾ ഫോൺ ചാർജിന് ഇട്ട് കൊടുത്തിരുന്നു. അപ്പോഴേക്കും അവിടെ കറണ്ടും പോയി. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ ഫോണിൻ്റെ കാര്യത്തിൽ ഇത്തിരി പ്രശ്നമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഈ ഒരു ടണൽ എത്തിയിട്ടുണ്ട്, കുതിരാൻ ടണൽ. പക്ഷെ അല്ലുവിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അവളെ വിളിച്ചപ്പോഴത്തേനും അവൾ ഉണർന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും അത് വീഡിയോ ആക്കി വെച്ചു. എന്തായാലും കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഞാനും ആദ്യമായിട്ടാണ് ഇതുവഴിയൊക്കെ പാസ് ചെയ്ത് പോണത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടൻ ബസ്സിൽ ഇതുവഴി വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ അതൊക്കെ കണ്ടു. എന്തോരം നീളത്തിൽ എനിക്ക് ഈ ടണൽ കണ്ടപ്പോൾ തോന്നി നമ്മൾ ടെമ്പിൾ റണ്ണിൽ ട്രെയിനിൽ പോകുമല്ലോ, അപ്പോഴത്തേനും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുന്ന ആ ഒരു സംഭവമായിട്ടാണ് തോന്നിയത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഒരു 1:30 മണിയായപ്പോഴത്തേനും ഞങ്ങളുടെ